ഇപ്പോൾ MG രാധാകൃഷ്ണൻ കൂടി ചേരുകയാണ്. ശ്രീ MG രാധാകൃഷ്ണൻ, താങ്കൾ എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തനത്തെ, ഒപ്പം എഴുത്തിനെ, സിനിമാ ജീവിതത്തെയൊക്കെ? ജയചന്ദ്രൻ നായർ കഴിഞ്ഞ നമ്മുടെ അരനൂറ്റാണ്ട് കാലത്തെ മലയാളത്തിലെ മാധ്യമപ്രവർത്തന രംഗത്ത്, പ്രത്യേകിച്ച് മാഗസീൻ ജേർണലിസ്റ്റില് ഏറ്റവും ഒന്നാം നിരയിലുള്ള പേരാണ് ശ്രീ ജയചന്ദ്രൻ നായരുടേത്. 80കളിൽ പ്രായപൂർത്തിയായ ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയവും സാഹിത്യപരമായും ചലച്ചിത്രപരമായും പരിസ്ഥിതിപരമായും ഒക്കെയുള്ള കാഴ്ചപ്പാടുകൾ, വളരെ ആധുനികമായ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹവും അദ്ദേഹം നയിച്ച കലാകൗമുദിയും വഹിച്ച പങ്ക് അവിസ്മരണീയമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ തലമുറ കാര്യത്തിലാണ് ഇക്കാര്യത്തിൽ. കാരണം മാതൃഭൂമി ഒക്കെ അതിനു മുമ്പുള്ള തലമുറയുടെ അല്ലെങ്കിൽ മാതൃഭൂമി അല്ലെങ്കിൽ കൗമുദി, ഒരുപക്ഷെ കാമ്പിശ്ശേരി കരുണാകരൻ മറ്റും നയിച്ച ജനൈകം, ഇവയൊക്കെ വാസ്തവത്തിൽ അതിന് തൊട്ട് മുമ്പുള്ള തലമുറയുടെ ആണെങ്കിൽ അതിനുശേഷം 80കളിൽ പ്രായപൂർത്തിയായ തലമുറയ്ക്ക് ഏറ്റവും മികച്ച പ്രസിദ്ധീകരണം, അവരുടെ താല്പര്യങ്ങളുമായും അവരുടെ മൂല്യങ്ങളുമായും ഒക്കെ ഒത്തുപോകുന്ന ഒരു പ്രസിദ്ധീകരണം ആയിരുന്നു കലാകൗമുദി. അത് മാതൃഭൂമിയുടെ ദീർഘകാലത്തെ മേധാവിത്വത്തിന് ഒരുപക്ഷെ ആദ്യമായി വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞതും കലാകൗമുദിക്കാണ്. ആ കലാകൗമുദിയെ നയിച്ചത് ജയചന്ദ്രൻ നായരാണ്. അന്ന് അദ്ദേഹത്തോടൊപ്പം RS ബാബു ഉണ്ടായിരുന്നു. ഈ രീതിയിൽ കേരളത്തിലെ പ്രത്യേകിച്ച് മാഗസിൻ ജേർണലിസത്തിന്റെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവ് കുറിക്കാൻ കഴിഞ്ഞ മനുഷ്യനാണ് അദ്ദേഹം. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം രാഷ്ട്രീയ നിലപാടുകൾ, പാരിസ്ഥിതികമായ നിലപാടുകൾ എന്നിവയ്ക്കൊക്കെ പുറമെ ചലച്ചിത്ര രംഗത്തെ ഏറ്റവും ആധുനികമായിട്ടുള്ള ചലനങ്ങൾക്ക് ഒപ്പം നിന്നു എന്ന് മാത്രമല്ല, അതിന്റെ സൃഷ്ടാക്കളിലും ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ നിരൂപണങ്ങളായാലും പിന്നീട് അദ്ദേഹം പിറവി പോലെയൊരു സിനിമ, ഷാജിയൻ കരവിന്റെ മലയാളം കണ്ട ഏറ്റവും മികച്ച സിനിമകളിലൊന്നായ പിറവിയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അദ്ദേഹമായിരുന്നു എന്റെ തിരക്കഥ. അത് മാത്രമല്ല, ഈ സിനിമയുടെ ചരിത്രത്തിൽ നമ്മുടെ 80കൾ എന്ന് പറഞ്ഞാൽ പുതിയ സിനിമയുടെ നവതരംഗ സിനിമയുടെ കാലമാണ്. ആ കാലത്ത് ഒരുപക്ഷെ ആ സിനിമയുടെ ആ ചലച്ചിത്ര വിപ്ലവത്തിന്റെ ഒപ്പം അത് ഒരു പുതിയ ലാവണ്യ വിപ്ലവമായിരുന്നു, പുതിയ ഒരു സാംസ്കാരിക വിപ്ലവമായിരുന്നു. ആ വിപ്ലവത്തിന് ഒരുപക്ഷെ അതിന്റെ മുന്നണിയിൽ നിന്ന പ്രസിദ്ധീകരണമായിരുന്നു അന്ന് കലാകൗമുദിയിൽ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്. വാസ്തവത്തിൽ ഞങ്ങളെ പോലെയുള്ള പത്രപ്രവർത്തന രംഗത്തെ ഏറ്റവും പുതിയ തലമുറയായിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാഗ്യമായിരുന്നു. അത് ജയചന്ദ്രൻ നായരെ പോലെ ഒരാളുടെ എന്താ പറയുക പരിഗണന എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനെ, ഒരു യുവ പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ തലമുറയിലെ ഏറ്റവും പ്രമുഖനായ, ഏറ്റവും സമർത്ഥനായ, ഏറ്റവും മൂല്യബോധമുള്ള പത്രാധിപരാണ് ഇപ്പോൾ നമ്മളെ ഇപ്പോൾ. ശരി, ശ്രീ MG രാധാകൃഷ്ണൻ, വളരെയധികം നന്ദി. മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ജയചന്ദ്രൻ നായർ അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ അനുസ്മരിക്കുകയായിരുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകരായ ശ്രീ നീലനും ഒപ്പം MG രാധാകൃഷ്ണനും. എഴുത്തിൽ എന്തെങ്കിലും എഴുതാനായിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു പിൻബലത്തിലാണ് എന്നും 2025 ഏറ്റവും വലിയ നഷ്ടമാണ് ഇത് എന്നും അദ്ദേഹത്തെ വിവിധ മേഖലയിലുള്ളവർ അനുസ്മരിച്ചിട്ടുണ്ട്.